ഒറ്റപ്പാലം നഗരസഭയിലെ 30-ാം വാർഡ് കിള്ളിക്കാവ്, 31-ാം വാർഡ് കണ്ണിയമ്പുറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള വാർഡ് സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വള്ളുവനാട് ഹോസ്പിറ്റലിന് എതിർവശം സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ എം കെ ജയസുധ നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സുനിത ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് മുഖ്യാതിഥിയായി. വാർഡ് സേവന കേന്ദ്രത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വിവിധ സംഘടനകളും വ്യക്തികളും ആശംസകൾ നേർന്നു. ഭാരതപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് കോണിക്കൽ, കിള്ളിക്കാവ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ പ്രേംകുമാർ, കണ്ണിയമ്പുറം സർക്കാർ ആയുർവേദ ആശുപത്രി വികസന സമിതി അംഗം അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒറ്റപ്പാലം സർവീസ് ബാങ്ക് പ്രസിഡന്റ് വിജയകുമാർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. പ്രാദേശികമായ ജനസേവന പ്രവർത്തനങ്ങൾ കൂടുതൽ മത്സരിക്കുന്നത് പൊതുവിൽ എല്ലാവരും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ്, ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏത് മേഖലയെയാണോ പ്രതിനിധീകരിക്കുന്നത്, വാർഡാണോ അല്ലെങ്കിൽ എന്നെ MLA ആണെങ്കിൽ മണ്ഡലമാണ്, അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചു. ഇപ്പോൾ പഞ്ചായത്ത് ആണെങ്കിൽ അവര് വാർഡ് മെമ്പർ ആണെങ്കിൽ ആ വാർഡാണ്, പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്താണ്, ബ്ലോക്ക് പ്രസിഡന്റ് ആണെങ്കിൽ ബ്ലോക്ക് പ്രവർത്തന മേഖലയാണ്, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ അങ്ങനെ. ആ മേഖലയിലെ മുഴുവൻ മനുഷ്യരുടെയും ജനപ്രതിനിധിയായിട്ടാണ് അവർ തുടർന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ കൂടുതൽ വളരാനും ഉയരാനും വികസിക്കാനും എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും നാടിന്റെ വികസനവും ഒക്കെ ഉറപ്പുവരുത്താനും കഴിയുന്ന നിലയിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കേന്ദ്രം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഓഫീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ നിലയിൽ ജനാധിപത്യത്തിന് പുതിയ മാനങ്ങൾ നൽകി കൂടുതൽ ഉയർന്ന തലത്തിൽ നമ്മുടെ നാടിന് നല്ല നിലയിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരായി നമ്മുടെ ജനപ്രതിനിധികൾക്കും അവരെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ നാടിനും സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും പുഷ്പണമായിട്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.